Hi, hello, welcome back to another video. So, ഇന്നത്തെ വീഡിയോ സ്പെഷ്യലി ഡെഡിക്കേറ്റഡ് ടു ഓൾ ദ ബ്യൂട്ടിഫുൾ ലേഡീസ് ഇൻ മസ്കറ്റ്. വീഡിയോ സ്റ്റാർട്ടിങ് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും റുവിയിൽ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള നിലോഫർ ഖാൻ ഹെയർ ആൻഡ് ബ്യൂട്ടി സ്റ്റുഡിയോ സ്പായിലാണ് കേട്ടോ ഞാനിന്ന് വന്നിരിക്കുന്നത്. ഞാൻ എൻ്റെ മുടിക്ക് ഒരു ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് വന്നതാണ്. എൻ്റെ ഹെയർ ഭയങ്കര ഡാമേജ്ഡായി, ഡാൻഡ്രഫ് ഇഷ്യൂസ് എല്ലാം വന്ന് കുറച്ച് മോശം ഒരവസ്ഥയിൽ നിൽക്കുകയാണ്. സോ മുടിക്ക് എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് ചെയ്യുക എന്ന് പറഞ്ഞിട്ട് വന്നതാണ്. ഓക്കെ, നമ്മളൊരു സ്ഥലത്ത് പോകുമ്പോൾ ആദ്യം അവിടുത്തെ ആ ഒരു ആംബിയൻസും അതേപോലെ തന്നെ അവരെങ്ങനെയാണ് അത് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്, എത്രമാത്രം ഹൈജീൻ അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, ഇതെല്ലാം ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ അവരെ ആദ്യം ഒന്ന് വിലയിരുത്തുക അല്ലേ. സോ ഈ ഒരു സലൂണിലേക്ക് കയറി ചെന്നപ്പോൾ തന്നെ അവിടുത്തെ ഒരു ആംബിയൻസ് പറഞ്ഞറിയിക്കാൻ വയ്യ, അത്രയും അടിപൊളിയായിരുന്നു. വളരെ നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്കൊരു സൂതിങ് ആയിട്ടുള്ള ഒരു കാമായിട്ടുള്ള ഒരു ഫീല് തരുന്ന ഒരു ആംബിയൻസ് ആണ് കേട്ടോ. ഇവിടെ എല്ലാ സർവീസസും അവൈലബിൾ ആണ്, ഇൻക്ലൂഡിങ് മൊറോക്കോ ബാത്ത്, അതേപോലെ മസാജ്, പിന്നെ ഹൈഡ്രാ ഫേഷ്യൽ, അങ്ങനെ എല്ലാ സർവീസസും ഇവിടെ അവൈലബിൾ ആണ്. ആദ്യം അവരെൻ്റെ മുടി ഒന്ന് നോക്കി അനലൈസ് ചെയ്തു, എന്താണ് മുടിയുടെ ഇപ്പോഴത്തെ കറൻറ്റ് സിറ്റുവേഷൻ, അതേപോലെ തന്നെ എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ്സ് മുമ്പ് എടുത്തിട്ടുണ്ടോ, എന്തൊക്കെ ചെയ്തിട്ടുണ്ട് മുടിയിൽ എന്നുള്ളതെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് അവർ നമ്മളോട് ചോദിക്കുന്നുണ്ട്. അതിന് ശേഷമാണ് നമുക്ക് എന്ത് ട്രീറ്റ്മെൻറ്റ് വേണം എന്നുള്ളത് അവർ സജസ്റ്റ് ചെയ്യുന്നത്. ആൻഡ് എൻ്റെ മുടിയുടെ അവസ്ഥ വളരെ ഡാമേജ്ഡ് ആയിട്ടുള്ള ഒരു കണ്ടീഷൻ ആയതുകൊണ്ട് തന്നെ മുടിക്ക് കുറച്ച് പ്രോട്ടീൻസ് കൊടുക്കുക, ആ ഒരു ഹെൽത്ത് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ മെയിൻ ഫോക്കസ്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ പ്രോട്ടീൻ ട്രീറ്റ്മെൻറ്റാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ആദ്യം തന്നെ ഹെയർ നന്നായിട്ടൊന്ന് വാഷ് ചെയ്തു, തലയിലുള്ള എണ്ണമയം എല്ലാം ഒന്ന് പോകാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഹെയർ ഒന്ന് വാഷ് ചെയ്തെടുത്തു കേട്ടോ അവർ. ഈ വാഷ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ അവർക്ക് ഏകദേശം പിടി കിട്ടി, കാരണം അത്രയും ഹെയർ ഫോൾ ഉണ്ട് എനിക്ക് എന്നുള്ളത്. അതിന് ശേഷം മുടിയൊക്കെ ഒന്ന് നന്നായി ഡ്രൈ ചെയ്തു. എനിക്കൊരു ഹെയർ കട്ട് കൂടെ വേണമായിരുന്നു, കാരണം എൻ്റെ മുടിയുടെ ആ തുമ്പ് കിടക്കുന്ന കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും, വളരെ തിന്നായിട്ട് കോല് പോലെ കിടക്കുന്നത്. അപ്പോൾ എന്തായാലും അത് വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ, ലെങ്ത്ത് പോകാന്നുള്ളത് എനിക്കിത്തിരി സങ്കടമാണെങ്കിലും കുഴപ്പമില്ല, രണ്ടും കൽപ്പിച്ച് ഞാൻ അങ്ങോട്ട് മുടി വെട്ടാൻ തീരുമാനിച്ചു. ഞാൻ ബാക്ക് സൈഡിലൊരു യു ആണ് കേട്ടോ കട്ട് ചെയ്തത്, കാരണം എൻ്റെ മുടിയുടെ കണ്ടീഷൻ അത്രയും മോശമാണ്. അപ്പോൾ കുറച്ചൊന്ന് കയറ്റി മുടി വെട്ടിയാലേ നമ്മൾ ചെയ്യുന്നതിനുള്ള ഒരു റിസൾട്ട് ഉണ്ടാവുള്ളൂ. പക്ഷേ ആ ഹെയർ കട്ട് ചെയ്തതിന് ശേഷമാണെന്ന് തോന്നുന്നു എൻ്റെ മുടിക്ക് ഇത്തിരി ജീവൻ വെച്ച പോലെ, എന്തോ മുടി ഉള്ള പോലെ തന്നെ എനിക്കൊരു ഫീൽ, അത് വീഡിയോ കണ്ടപ്പോഴാണ് എനിക്കത് മനസ്സിലായത്. കുറച്ച് എന്തോ മുടി ഉള്ള പോലൊരു ഫീൽ തന്നെ തോന്നിയത് ആ ഒരു ഹെയർ കട്ട് കഴിഞ്ഞപ്പോഴാണ്. കാരണം ആ തുമ്പ് ഇങ്ങനെ നീട്ടിയിട്ടിട്ട് വലിയ കാര്യമൊന്നുമില്ലല്ലോ. അതിന് ശേഷം ഫ്രണ്ടിൽ ചെറുതായിട്ട് ലെയേഴ്സും കൊടുത്തു കേട്ടോ. നമുക്കിങ്ങനെ മുടി ഫ്രീ ഹെയറൊക്കെ ഇടുമ്പോൾ ഒരു ലുക്കിന് വേണ്ടിയിട്ട് കുറച്ച് ലെയേഴ്സ് പോലെയും ഫ്രണ്ടിൽ കൊടുത്തു. പിന്നൊരു കാര്യം, അവിടെയുള്ള സ്റ്റാഫ്സ് ആണെങ്കിലും വളരെ ഫ്രണ്ട്ലി ആയിട്ട്, നമ്മൾ ഒരു സ്ഥലത്ത് പോകുമ്പോൾ അവിടെയുള്ള സ്റ്റാഫ് നമ്മളോട് എങ്ങനെയാണോ പെരുമാറുന്നത് അതിനനുസരിച്ചാണ് നമ്മൾ കംഫർട്ടബിൾ ആവില്ല. അവർ ഭയങ്കര റൂഡായിട്ട് പെരുമാറിയാൽ നമ്മൾ ആ ഒരു സ്പേസിൽ അത്ര കംഫർട്ടബിൾ ആയിരിക്കില്ല, അയ്യോ പോയി പെട്ടല്ലോ എന്നുള്ള അവസ്ഥയാവും. പക്ഷേ ഇവർ ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു, നമ്മളോട് ഓരോ കാര്യങ്ങളും ചോദിച്ച് വളരെ നമ്മളെ ഭയങ്കര കംഫർട്ടബിൾ ആക്കിയിട്ടാണ് കേട്ടോ ഓരോന്ന് ചെയ്യുന്നുണ്ടായിരുന്നത്. ഓക്കെ, അതിനുശേഷം നമ്മൾ പ്രോട്ടീൻ ക്രീം അപ്ലൈ ചെയ്യണം. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുണ്ടാവും, ചെറിയ ചെറിയ സ്ട്രാൻഡ്സ് എടുത്തിട്ടാണ് സെക്ഷൻസ് ആക്കിയിട്ടാണ് പ്രോട്ടീൻ ക്രീം അപ്ലൈ ചെയ്യുന്നത്. കാരണം ചെയ്യുന്ന കാര്യം അവർ വളരെ വൃത്തിയായിട്ടാണ് ചെയ്യുന്നത്. ഈച്ച് ആൻഡ് എവറി സ്ട്രാൻഡ്സിലും ആ ഒരു പ്രോട്ടീൻ ക്രീം എത്തണം എന്നുള്ളതുകൊണ്ടാണ് വളരെ ടൈം എടുത്തിട്ട്, ചെറിയൊരു ടൈമൊന്നുമല്ല, വളരെ ടൈം എടുത്ത് ചെറിയ ചെറിയ സെക്ഷൻസ് ആക്കിയിട്ടാണ് കേട്ടോ ക്രീം അപ്ലൈ ചെയ്യുന്നുണ്ടായിരുന്നത്. എൻ്റെ ഒരു തിക്നെസ്സിന് തന്നെ അത്യാവശ്യം ടൈം എടുത്തു. സോ നിങ്ങളുടെ മുടിയുടെ തിക്നെസ്സും ലെങ്ത്തും എല്ലാം ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് എത്ര ടൈം എടുക്കും എന്നുള്ളത് കേട്ടോ. അപ്പോൾ അത്യാവശ്യം സമയമുള്ള ആ ഒരു നേരത്ത് വേണം ഇതൊക്കെ ചെയ്യാനായിട്ട്, പെട്ടെന്ന് പോയിട്ട് നമുക്ക് ചെയ്തിട്ട് വരാൻ പറ്റില്ല. അതിന് ശേഷം മുടി അയേൺ ചെയ്തു. അത് കഴിഞ്ഞ് വീണ്ടും ഒരു ഹെയർ വാഷ് കൊടുത്തു, നന്നായിട്ട് ആ ക്രീമൊക്കെ ഒന്ന് വാഷ് ചെയ്തു. ആ ഒരു വാഷ് കഴിയുമ്പോൾ തന്നെ നമുക്ക് നമ്മൾ ചെയ്ത ആ ഒരു പ്രോട്ടീൻ ട്രീറ്റ്മെൻറ്റിൻ്റെ റിസൾട്ട് കാണാൻ പറ്റും കേട്ടോ. ജസ്റ്റ് വാഷ് ചെയ്യുക മാത്രമല്ല, എനിക്ക് ചെറിയൊരു മസാജൊക്കെ തന്നിട്ടാണ് കേട്ടോ ആ ഒരു ഹെയർ വാഷ് ഉണ്ടായിരുന്നത്. അതിന് ഇൻ ബിറ്റ്വീനായിട്ട് അവരെനിക്ക് എല്ലാം പറഞ്ഞു തരുന്നുണ്ടായിരുന്നു, എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം, എന്തൊക്കെ ചെയ്യണം, എന്തുകൊണ്ടാണ് മുടി ഇങ്ങനെ ഒരു കണ്ടീഷനിൽ എത്തിയത്, ഇതെല്ലാം പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. നാച്ചുറൽ റെമഡീസ് ആണെങ്കിലും ഇല്ലെങ്കിൽ എന്ത് ഷാമ്പൂ കണ്ടീഷണർ യൂസ് ചെയ്യാം എല്ലാം പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. അതിന് ശേഷം കണ്ടോ, ഹെയർ വാഷ് ചെയ്ത് കഴിഞ്ഞ ശേഷം തന്നെ നമുക്ക് ആ റിസൾട്ട് അറിയാൻ പറ്റുന്നുണ്ട്. വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഹെയർ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. എനിക്കത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. സോ ഇതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ്സ് വേണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസ് ആണ് നിലോഫർ ഖാൻ ഹെയർ ആൻഡ് ബ്യൂട്ടി സ്റ്റുഡിയോ സ്പാ, റുവി, മസ്കറ്റ്. ബൈ.